കോതമംഗലം കോട്ടപ്പടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ഒട്ടേറെ കാർഷിക വിളകളൊക്കെ കാട്ടാന ചവിട്ടി മെതിച്ചതാണ്. ജല്ല തോട്ടത്തിലെ ട്രെഞ്ചില് പുള്ളി കിടക്കാൻ പറ്റണല്ല. ഹലോ, ഫോട്ടോ എടുത്തോ? ഒരു ബൈക്കാരൻ വന്നോ? പോരെ പോരെ അങ്ങനെ കണ്ടു പോയി മതി. ഇവിടെ ഇന്ന് രാവിലെ ഏകദേശം ഒരു 7 മണി തൊട്ട് 8 മണി വരെ ഒരു പിടിയാന ജനവാസ മേഖലയിൽ ഇറങ്ങി മുഴുവൻ നാശനഷ്ടങ്ങൾ വെച്ചിട്ട് പോയേക്കാണ്. ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തുറന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ ആ സമയത്ത് സ്കൂൾ പിള്ളേർ ഉൾപ്പെടെ എല്ലാവരും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന സമയവും അതുപോലെ തന്നെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ പോകുന്ന മെയിൻ റോഡിൽ ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് ഇന്ന് ആന ഇറങ്ങി ഈ മാതിരി അക്രമം കാണിച്ചേക്കുന്നത്. രാവിലെ 1 മണിക്കൂറോളം ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച ആനയെ ഞങ്ങളെല്ലാവരും നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നാണ് വനത്തിലേക്ക് കടത്തി വിട്ടത്. ആ ആനയ്ക്ക് ഒരു പേടിയില്ല. ആ പോകുന്ന ജനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് വരെ ആന തീറ്റയൊക്കെ എടുത്ത് ചക്കയൊക്കെ ഇട്ട് തിന്നിട്ടൊക്കെയാണ് പോയത്. എൻ്റെ മുറ്റത്തോടെയാണ് ആന കടന്നു പോകുന്നത്. കോതമംഗലത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടെ ഇത് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ എന്താണ് ഇതിനൊരു പ്രശ്നപരിഹാരമെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ആർക്കും ഇല്ല. പ്രദീപ്, എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് കോതമംഗലത്തോട് ചേർന്നുള്ള ഈ കോട്ടപ്പടി മേഖല എന്ന് പറയുന്നത്. കോട്ടപ്പടി മേഖലയിൽ കാട്ടാന ശല്യം അല്ലെങ്കിൽ കാട്ടാന ആക്രമണം എന്ന് പറയുന്നത് പൊതുവെയല്ല. പലപ്പോഴും കാട്ടാന ഇവിടെ ഇറങ്ങി കൃഷി നശിപ്പിക്കാറുണ്ട്. തലനാരിഴയ്ക്കാണ് ജനങ്ങൾക്ക് ജീവൻ നഷ്ടമാകാതിരിക്കുന്നത്. ഇത് ഇന്ന് രാവിലെയുള്ള ദൃശ്യങ്ങളാണ്. ഈ കാട്ടാന ഇറങ്ങിയത് നാട്ടുകാരെ അങ്ങേയറ്റം ഭീതിയിലാഴ്ത്തി. പ്രത്യേകിച്ചും ആ പ്രദേശവാസി പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയം, ജനങ്ങൾ കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് കാട്ടാന ഇതുവഴി ഇറങ്ങിയത്. മുട്ടത്തുപാറ, വടക്കുംഭാഗം തുടങ്ങിയ മേഖലകളിലാണ് രാവിലെ 7 മണിയോടുകൂടി ഈ കാട്ടാന എത്തിയത്. വീടുകളുടെ സമയത്തുകൂടി കടന്നുപോയ കാട്ടാന എന്തായിരുന്നാലും വീടുകൾക്ക് നേർക്ക് അതിക്രമമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ ഒട്ടേറെ പേരുടെ കാർഷിക വിളകൾ ആന ചവിട്ടി മെതിച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം പല പുരയിടങ്ങളിലൂടെ കറങ്ങി നടന്ന് വിളകളെല്ലാം ചവിട്ടി മെതിച്ചാണ് ആന തിരികെ ആളുകൾ ബഹളമുണ്ടാക്കിയപ്പോൾ കാട്ടിലേക്ക് മടങ്ങിപ്പോയത്. ഈ പലയിടങ്ങളിലും ഈ മേഖലയിൽ ഫെൻസിംഗ് ജോലികൾ ഇനിയും തുടങ്ങിയെടുത്ത് തന്നെ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ എത്രയും വേഗം ഫെൻസിംഗ് ജോലികൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. നേരത്തെയും ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുകയും വിളകൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെയായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ള ഉറപ്പാണ് അന്നൊക്കെ ലഭിച്ചത്. പക്ഷേ ഇനിയും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കോതമംഗലത്തിന്റെ കിഴക്കൻ മേഖലയിലെ കാട്ടാന ശല്യത്തിന് അറുതി വരുത്താൻ എത്രയും വേഗം നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശരി. കോതമംഗലത്താണ് ഇന്ന് രാവിലെയും കാട്ടാന ഇറങ്ങിയത്. ആളുകൾ ബഹളം വച്ചൊക്കെ ആനയെ ഓടിക്കുകയാണ് ചെയ്തത്.